ക്ലേശങ്ങളും ദുഃഖങ്ങളും ജീവിതത്തെ തേച്ചു മിനുക്കാനുള്ളതാണ്, തകർക്കാനുള്ളതല്ല. അതിന് തെളിവ് മഹത്തുക്കളുടെ ജീവിതം തന്നെ. അവരുടെ വാക്കുകളും ജീവിത സന്ദർഭങ്ങളും നമ്മിൽ ആവേശമുണർത്തും, നമ്മിലെ നിരാശ അകറ്റും. ആത്മവിശ്വാസവും പ്രതീക്ഷയും കരുത്തും തൊട്ടുണർത്തുവാൻ ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ശ്രീ സായിദാസിൻ്റെ നല്ലൊരു നാളെ എന്ന പുസ്തകത്തിൽ നിന്നും. എങ്ങനെ നല്ല സുഹൃത്താകാം? നല്ല സുഹൃത്തുക്കളെ എങ്ങനെ നേടാം? കാക്ക മതിലിൽ വന്നിരുന്ന് ക്രാ ക്രാ കേൾപ്പിക്കുമ്പോൾ നാം ആട്ടി ഓടിക്കും. കുയിൽ പാടാൻ തുടങ്ങിയാൽ നാമും അതേ ശബ്ദം അനുകരിക്കുവാൻ ശ്രമിക്കും. കാക്ക നിങ്ങളെ ഉപദ്രവിച്ചില്ല, കുയിൽ സഹായിച്ചുമില്ല. പക്ഷേ അവയുടെ ശബ്ദം നിങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കി. കാരണം ശബ്ദം. അതുകൊണ്ട് മധുരമായി, മൃദുവായി, സത്യമായി മാത്രം സംസാരിക്കൂ. നമുക്കെപ്പോഴും പ്രീതികരമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ ആരെയും മുറിപ്പെടുത്താതെ നന്നായി സംസാരിക്കാൻ കഴിയും. అనేక రకములైన మార్గములను అనుసరించి we follow varied paths, చెడు మార్గమును పట్టి we go in the wrong way, భగవంతుడు అందించినటువంటి ఈ ప్రసాదమును దుర్వినియోగం చేసుకుంటున్నాం. we are misusing the God's gift of life. కనుక వాక్కుని ఎంత దుర్వినియోగం చేసుకుంటున్నాం? We are misusing the speech faculty. ఇతరులను దూషించడము, we accuse, ఇతరులను విమర్శించడము, we criticize, ఇతరులను ఒక విధమైనటువంటి బాధ పెట్టడము, we hurt others, ఈ కఠినమైనటువంటి వాక్కుల చేత ఇతరుల హృదయాన్ని కూడా అపవిత్రం చేస్తున్నాం. we hurt them by accusing them using harsh words. కనుక ప్రేమ చేతను, మృదువు చేతను, మధురమైనటువంటి వాక్కుల చేతను నీ యొక్క శబ్దమును వినియోగించాలి. We should make use of this speech faculty in a tender, delicate, soft, sensitive way. అప్పుడే ఇది సమ్యక్ వాక్కు అని రూపొందుతుంది. Then you can call it samyak vak, good word. സംഭാഷണം, അതാണ് സൗഹൃദത്തിൻ്റെ ജീവൻ. മുഖസ്തുതി പാടുന്നതല്ല നല്ല സംസാരം. മധുരമായും മൃദുവായും സംസാരിക്കണം. അത് സത്യവുമായിരിക്കണം. അങ്ങനെ സംസാരിക്കുന്നവർക്കും അത് കേൾക്കുന്നവർക്കും ശാന്തി ഉണ്ടാകും.